ഹായ് ഫ്രണ്ട്സ്, കുവൈറ്റ് മച്ചാൻമാർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ്. കുറേ നാളത്തായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ഗോപ്രോ ക്യാമറ വാങ്ങണമെന്ന്. സോ ഇന്ന് ഗോപ്രോ ക്യാമറ എത്തി എൻ്റെ കയ്യിൽ. നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഗോപ്രോ 9 ആണ്. ഇപ്പോൾ 10ഉം 11ഉം ഇറങ്ങിയിട്ടുണ്ട്. സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കമ്പാരിസൺ നോക്കുവാണെങ്കിൽ വീഡിയോ ക്ലാരിറ്റിയിൽ ഇത്തിരി കൂടുതൽ, സ്റ്റെബിലൈസേഷനിൽ ഇത്തിരി കൂടുതലുണ്ട് എന്നല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. മോഡൽ സൈസും കാര്യങ്ങളും എല്ലാം തന്നെ സെയിം ആണ്. നമ്മളിപ്പോൾ ഗോപ്രോ 9 ആണെന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ ഇന്ന് ചക്കിയുണ്ട്, പക്ഷേ ചക്കിക്ക് സുഖമില്ല. അല്ല ചക്കിക്ക് ജലദോഷമാണ്. സോ ടവലൊക്കെ ആയിട്ടിരിക്കുവാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻസാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓരോ കാരണങ്ങൾ. സോ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. എൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്ന ഗോപ്രോയാണ്, ഗോപ്രോ 9ൻ്റെ ബോക്സാണ്. ബോക്സ് ഇത്തിരി ഡാമേജ് ആണ്. ഞാൻ ഓൺലൈനാണ് വാങ്ങിയത്. ഞാൻ പല ഷോപ്സിൽ പോയായിരുന്നു. റേറ്റിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ വാങ്ങി. കിട്ടിയിരിക്കും ഇന്ന് ബോക്സ്. അതായത് ഞാൻ 2 ദിവസം മുമ്പ് ഓർഡർ ചെയ്തു, ഇന്ന് വന്നു. ഇന്നാണ് സാധനം കയ്യിൽ കിട്ടിയത്. സോ നമുക്കിനി അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് ആമസോണിൽ നിന്നാണ്, നമ്മുടെ നാട്ടിൽ നിന്നാണ് വാങ്ങി. അത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ നമുക്കിതിനെ തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതാണ് എൻ്റെ തുറക്കാൻ സ്ഥലം. ജസ്റ്റ് ഒരു കവർ മാത്രമാണ്, ഔട്ടർ കവർ മാത്രമാണ്. അതാണ് ബോക്സ് ഡാമേജ് ആയിട്ടും കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിച്ചു. ഇതിൻ്റെ തുറന്നു നോക്കാം, ബാക്കി തുറന്നു നോക്കുമ്പോൾ പറയാം. ഇതിൻ്റെ ഒരു സേഫ്റ്റി പൗച്ച് വരുന്നുണ്ട്. സോ നമുക്ക് തുറക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 20 മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിൻ്റെ അകത്ത്. 5K മുതൽ 4K നമുക്ക് വീഡിയോസ് എടുക്കാം. ഇനി നമുക്ക് ഇത് വാട്ടർ പ്രൂഫാണ്. വെള്ളത്തിനടിയിൽ ഏകദേശം 10 മിനിറ്റ് വരെ 33 ഫീറ്റ് താഴെ നമുക്ക് ഷൂട്ട് ചെയ്യാം. വോയിസ് കൺട്രോൾ ഉണ്ട് ഇതിന്. 8x സ്ലോ മോഷൻ നമുക്ക് എടുക്കാം വീഡിയോ. ലൈവ് സ്ട്രീമിംഗ് നമുക്ക് എടുക്കാം. പിന്നെ സൂപ്പർ ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ പറഞ്ഞിരിക്കുന്നത് ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷൻ 3.0 ആണ്. ടച്ച് സ്ക്രീൻ ആണ്. ഇനി ഇതിൻ്റെ വീഡിയോസ് എടുക്കുന്ന ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ. ഇതിൽ ക്യാമറ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറ. ഇനി ഇതിൻ്റെ ഒരു ചാർജിങ് കേബിൾ, പിന്നെ ബാറ്ററി, പിന്നെ അതുകൂടാതെ ഇത് മൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇത് അതിൻ്റെ ഗൈഡും കാര്യങ്ങളുമാണ്. എങ്ങനെയാണ് നമ്മൾ മൗണ്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഗൈഡാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി എങ്ങനെയാണ് ഇടേണ്ടത്, കാര്യങ്ങളെല്ലാം. ഇതാണ് നമുക്ക് ഗോപ്രോയുടെ കൂടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓൺ ചെയ്ത് കാര്യങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ബാറ്ററി ഇടാൻ പോവുകയാണ്. ഇതാണ് ക്യാമറ നമ്മുടെ. നമുക്കിനി ബാറ്ററി ഇടണമെങ്കിൽ ഇതാണ് ബാറ്ററി ഇടുന്ന സ്ഥലം. ഇത് നമ്മൾ താഴേക്ക് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ബാറ്ററി ഇടാം. നമ്മൾ ഇതിന് ആദ്യം ഇടേണ്ടത് മെമ്മറി കാർഡാണ്. ഞാൻ ഓൾറെഡി മെമ്മറി കാർഡ് വാങ്ങിയിട്ടുണ്ട്. മൈക്രോ SD മെമ്മറി കാർഡ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ മെമ്മറി കാർഡ് ഇതുപോലെ തന്നെ നേരെ അകത്തേക്ക് കയറ്റുക. സാധാരണ ഫോണിൽ വെക്കുന്ന പോലെയൊക്കെ തന്നെ ഇതിൽ വെച്ചതിന് ശേഷം നമ്മൾ അകത്തേക്ക് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ ഒരു ടിക്ക് ശബ്ദം കിട്ടും. അത് കഴിയുമ്പോൾ അത് അവിടെ ലോക്കായി. ഇപ്പോൾ മെമ്മറി കാർഡ് നമുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്ററി ഇടാം. സോ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററി വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന ബാറ്ററി. സോ നമുക്ക് ബാറ്ററി ഇതിലേക്ക് കിടത്താം. ബാറ്ററി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിയുടെ ഇതാണ് നമ്മൾ ചാർജിങ് പാനൽ കയറുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ ഫേസ് ചെയ്ത് നേരെ ഇതിലേക്ക് ഇങ്ങനെ ഇടുക. നമുക്ക് ഈ ഒരു ഇവിടെ ഒരു സ്ട്രിപ്പ് പോലെ ഉണ്ട്. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി ഊരിയെടുക്കാനും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ബാറ്ററി കടത്തേണ്ടത്. ബാറ്ററി കടത്തിയതിന് ശേഷം ഇത് ലോക്ക് ചെയ്യുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമ്മൾ ലോക്കും കാര്യങ്ങളും ഭദ്രമായിട്ട് ഇടുക. ഇതിന് കീഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനൊരു സാധനമുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്യാമറ സ്റ്റാൻഡിൽ വെക്കാനോ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും മൗണ്ട് ചെയ്ത് വെക്കാനോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് അതിന് ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ മൗണ്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 2-3 മൗണ്ടിങ് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ മൗണ്ടിങ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഓക്കെ, സോ ഇതിലൂടെ നമുക്ക് ഇങ്ങനെ മൗണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് മൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് കടത്തുക. ഇതിവിടെ ഇട്ട് നമുക്കിത് സ്ക്രൂ ചെയ്താൽ മതി. സോ സ്ക്രൂ ഇതിൽ കൂടി നേരെ ചെന്ന് ഇത് ടൈറ്റ് ചെയ്യും. സോ നമുക്കിത് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിയില്ല. നമ്മൾ ഇത് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് ലൂസാക്കിയ മൗണ്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു മൗണ്ടിങ് ഓപ്ഷൻ. നമുക്ക് ഫസ്റ്റ് ടൈം ഇത് ലഭിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ആദ്യം തന്നെ കുറച്ചധികം നേരം ചാർജ് ചെയ്യണം. സോ ഞാനത് ഓൺ ചെയ്തിട്ടില്ല. ഇനി ഒന്ന് ചാർജിലിടണം. ചാർജിലിട്ടതിന് ശേഷം നമുക്ക് അടുത്ത ദിവസം ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ലങ്സ് ആണ്. ഇതിൻ്റെ ലങ്സ്. ഇത് ഫ്രണ്ടിലെ സ്ക്രീൻ. ഓക്കെ, ഫ്രണ്ട് സ്ക്രീൻ. ഇത് ബാക്ക് സ്ക്രീൻ. സോ ഇത് ടച്ചാണ് നമുക്ക് ഫ്രണ്ട് സ്ക്രീനിൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, നമ്മൾ പൊസിഷനിങ് എങ്ങനെയാണ്, കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇനി അത് ബാറ്ററി ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. ചാർജ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ ഈ ചെറിയ സാധനം ഉണ്ടല്ലോ, ഇത് ഒരു സാധനം ചെയ്യാൻ സമ്മതിക്കില്ല. അതെ, പുള്ളിക്കാരിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഡാൻസ് കളിക്കണം. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാൻ അടുത്ത നല്ല വീഡിയോയുമായിട്ട് വരുന്നവരെ ടാറ്റ പറ. സ്റ്റേ ട്യൂൺ. താങ്ക് യു. It's Neville of George signing off. Thank you.